INX മീഡിയ കേസിൽ പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി CBI നടത്തിയ ഇടപെടലും ആ നീക്കവും താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളെല്ലാം അത് ടെലിവിഷൻ സ്ക്രീനിലൂടെ കണ്ടതാണ്. മതില് ചാടി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി CBI നടത്തിയ നീക്കങ്ങൾ നമ്മുടെ എല്ലാ മനസ്സിൽ അതുണ്ട്. ആ ദൃശ്യങ്ങൾ കോൺഗ്രസ് അതിശക്തമായ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇപ്പോഴും കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണെന്നത് സുവ്യക്തമാണ്. INX മീഡിയ കേസിൽ പി ചിദംബരത്തിനെ മതിൽ ചാടി ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടുവരുന്ന രംഗം മനസ്സിലുള്ള താങ്കൾക്ക് ഇന്ന് ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ 27 മണിക്കൂർ നീണ്ട പരിശോധനയുടെ സ്വഭാവം താങ്കൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ? അല്ല, ഇവിടെ ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ആ പോയിന്റിലേക്ക് വന്നാൽ, ഇന്ന് ഈ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ നടക്കുന്ന ഈ അന്വേഷണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ഇമോഷണൽ കാർഡുമായി CPM വരികയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ പങ്കെടുത്തത് അവരുടെ കുടുംബത്തിലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ തന്നെ വരുന്നു പറഞ്ഞു. ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ രാജേഷിനും അറിയാവുന്ന കാര്യമായിരിക്കണം. ഞാൻ പറഞ്ഞത് സപ്പോസ് ടു ബി അവരോട് ഒപ്പിടാൻ പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പോൾ ഒരു പക്ഷെ അവർക്കത് അറിയില്ലായിരിക്കും. അവരോട് ആരോടെങ്കിലും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി ഒപ്പിട്ടു എന്നിരിക്കട്ടെ, ഒപ്പിട്ടതിൻ്റെ പേരിൽ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? ഒപ്പിട്ടതിൻ്റെ പേരിൽ എന്ത് സംഭവിക്കാനാണ് ഞാൻ ചോദിക്കുന്നത്. അതിനൊരു എവിഡൻഷ്യറി വാല്യൂ കോടതിയിലുണ്ടെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? നോ, ഇറ്റ്സ് ഓൺലി മാറ്റർ ഓഫ് പ്രൊസീജിയർ. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പിൽ നടത്തുന്ന കുറ്റസമ്മതം പോലും, ഇനിയിപ്പോൾ കുറ്റസമ്മതം നടത്തിയാൽ പോലും അത് കോടതി വരുമ്പോൾ അതിന് ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിന് ആ ഒരു ഇതോ ഇല്ല എന്നിരിക്കെ ഇതെന്തോ വളരെ ഇമോഷണൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് പോലെ അങ്ങനെ എന്തോ വല്ലാത്ത രീതിയിലുള്ള പീഡനം അവിടെ നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാനായിരിക്കും. രാജേഷൊക്കെ ഈ വിഷയം ഡിഫെൻഡ് ചെയ്യാൻ വരുമ്പോൾ ഈ ചർച്ച കാണുന്ന പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തെ അമ്മമാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ചിദംബരത്തിന്റെ കേസിനോട് കൂട്ടിച്ചേർത്ത് വെക്കുന്നു. രാജേഷ് തുടങ്ങിയ ചർച്ച തുടങ്ങി ഓർക്കില്ലേ? മഹാത്മാഗാന്ധിയുടെ മകന്റെ ഇതിനെക്കുറിച്ച് പറയുന്നു. എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ രാജേഷ് ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ബിനീഷ് കോടിയേരി ചെയ്തിരിക്കുന്നത് ഒരു പ്രൈവറ്റ് ക്രൈം പോലുള്ള ഒരു പബ്ലിക് ക്രൈമാണ്, അതായത് നർക്കോട്ടിക്സ്. എനിക്ക് ഓർമ്മ വരുന്നത് 20-ാം നൂറ്റാണ്ടിലെ മോഹൻലാലിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഡയലോഗാണ്, നർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ഒരു വരുന്ന തലമുറയെ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണത്. വരുന്ന തലമുറയോട് ഒരുപക്ഷെ ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത അവരുടെ മയക്കുമരുന്നിലേക്ക് തള്ളിവിടുക എന്നുള്ളത്. അതുപോലത്തെ ഒരു കേസിൽ അൺഫോർച്ചുനേറ്റ്ലി CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ചെന്ന് പെട്ടു. സ്പീക്കിംഗ് എവിഡൻസ് ഈസ് അറൗണ്ട്. അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല, കൺവിക്റ്റ് അല്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രതിസ്ഥാനത്താണ് എന്നതൊക്കെ ശരിയാണെങ്കിലും നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ മകന്റെ കേസും അല്ലെങ്കിൽ ചിദംബരത്തിന്റെ കേസും മറ്റ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇറ്റ്സ് വെരി വീക്ക്. ഹലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കുമല്ലോ, ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും താങ്കൾ പറയാൻ വരുന്നത്. അതിൽ തിരുത്തൽ വേണമെന്നുള്ളതായിരിക്കും. ഞാൻ അതിനകത്ത് ഇടപെടാം. എനിക്കും അത് മനസ്സിലായിട്ട് ഗോപി അവതാരകൻ എന്ന നിലയിൽ രാജേഷ് അദ്ദേഹം ആ കാര്യങ്ങൾ മുഴുമിപ്പിച്ച ശേഷം ഞാൻ ഇടപെടും. എനിക്ക് ഇടപെടാനുള്ള ഭാഗം അതിനകത്തുണ്ട്. പക്ഷെ അദ്ദേഹം അത് മുഴുമിപ്പിക്കട്ടെ. കാരണം ഞാൻ ഐ എം ഓൾറെഡി ലേറ്റ്. ഞാൻ മുഴുമിപ്പിക്കട്ടെ. നിങ്ങൾ അങ്ങനെ താങ്കൾ പറയും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോ ബിനീഷ് കോടിയേരിക്കെതിരെ ED ഇപ്പോൾ ഈ അനധികൃതമായ പണസമ്പാദനത്തിന്റെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ കേസിന്റെ ആധാരമെന്ന് അറിയാത്ത വ്യക്തിയല്ല ഞാനത് മറച്ചു വെച്ചുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ ഇതിനൊരു ലാർജർ ബാക്ക്ഗ്രൗണ്ട്, ക്യാൻ യു ഡിനൈ ഇറ്റ്? ഇത്ര സാങ്കേതികമായിട്ടും ടെക്നിക്കലായിട്ടും ആർഗ്യ ചെയ്ത് നിങ്ങൾ ആരെയാണ് സേവ് ചെയ്യാൻ നോക്കുന്നത്? ഈ സത്യം പറഞ്ഞ കേരളത്തിന് തന്നെ ഏറ്റവും വലിയ ഒരു വിനാശം വിതയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു യുവാവിനെ നിങ്ങൾ എന്തിനു സംരക്ഷിക്കാൻ ശ്രമിക്കണം?
എന്നിട്ട് കണ്ടില്ലേ ഇവിടുത്തെ എങ്ങനെയാണ് താങ്കൾ ചോദിച്ച ആദ്യ ഭാഗത്തിലെ ഒരു മിനിറ്റ് ശ്രീരാജ് ഡോക്ടർ മാത്യു കൊൾനാടൻ രണ്ട് കാര്യങ്ങൾ അല്ല ഡോക്ടർ മാത്യു കൊൾനാടൻ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരു മിനിറ്റ് ശ്രീരാജ് ഡോക്ടർ മാത്യു കൊൾനാടൻ ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ ബിനീഷ് കോടിയേരിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം എന്താണ്? അദ്ദേഹത്തിനെ മയക്കുമരുന്നുമായി പിടിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ല ഗോപി, അല്ല ഒരു മിനിറ്റ് ഗോപി അല്ലെന്നേ, പറ്റില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഒരു മിനിറ്റ് എന്നെ ക്ലാരിഫൈ ചെയ്യാൻ അനുവദിക്കൂ. ഞാൻ ഇവിടെ ബിനീഷിനെതിരായി വന്ന ആരോപണത്തെ ഡിഫെൻഡ് ചെയ്യുകയാണോ ചെയ്തത്? അല്ല, ചെയ്തിട്ടില്ല. ഞാനത് പറയട്ടെ ശ്രീ എം പി രാജ്, ഞാനൊന്ന് പറയട്ടെ അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ്. ശ്രീ മാത്യു കൊള്ളാണ്, അതാണ് എനിക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഈ നർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിടിയിലായ ഒരാൾക്ക് സാമ്പത്തിക ഇടപാടിൽ ബിനീഷ് കോടിയേരിയുടെ പങ്കാളിത്തം സംബന്ധിച്ചാണ് അന്വേഷണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞത് ഡിഫെൻഡ് ചെയ്യാൻ വന്നു എന്നുള്ളതാണ്. പാർട്ടി ഡിഫെൻഡ് ചെയ്തിട്ടില്ല, മുഖ്യമന്ത്രി ഡിഫെൻഡ് ചെയ്തിട്ടില്ല, സർക്കാർ ഡിഫെൻഡ് ചെയ്തിട്ടില്ല, പാർട്ടി ഡിഫെൻഡ് ചെയ്തിട്ടില്ല. ഞാനും ഇവിടെ ചെയ്തിട്ടില്ല, ഡിഫെൻഡ് ചെയ്തിട്ടില്ല. അല്ല, പാർട്ടി എന്ന് പറഞ്ഞാൽ താങ്കൾ അതിനകത്തുണ്ടല്ലോ. അല്ല, ക്യാൻ ഐ കണ്ടിന്യൂ? ഷുവർ ടൈം. അല്ല, എനിക്ക് പറയാമോ? പറയാം. അല്ല, ഞാൻ പറയട്ടെ. ഇപ്പോ ഇവിടെ നിങ്ങൾ ഇതായിട്ട് പറഞ്ഞു, ബിനീഷിനെതിരെ ഉള്ള അന്വേഷണം അനധികൃതമായ പണം ഏത് സോഴ്സിലേക്കാണ് അദ്ദേഹം പമ്പ് ചെയ്തത്? ഏത് സോഴ്സിലേക്കാണ് പമ്പ് ചെയ്തത്? പറഞ്ഞേ. നമുക്ക് അങ്ങനെയാണെങ്കിൽ എല്ലാം ക്ലാരിറ്റിയോടുകൂടി പോകാം, വളരെ പതുക്കെ പോയാൽ മതി. രാജേഷ് പറയട്ടെ, ഏത് സോഴ്സിലേക്കാണ് ബിനീഷ് കോടിയേരി പണം പമ്പ് ചെയ്തത്? പറ. അനൂപ് മുഹമ്മദിന് മറ്റ് ബിസിനസ് ഉണ്ടെന്ന് രാജേഷിന് അറിയാം. ഏത് ബിസിനസിന് വേണ്ടിയാണ് പണം പമ്പ് ചെയ്തത്? പറ. കുഴൽനാടൻ, നിങ്ങൾ ഒന്നുകിൽ ഈ ചർച്ചയിൽ വന്നിരിക്കുമ്പോ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇവിടെ പറഞ്ഞത് ബിനീഷിനെ പ്രതിരോധിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോഴെന്നല്ല. അല്ല, കേൾക്കൂ, നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രേക്ഷകർ, ഇത് കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ഞാൻ എന്താണ് പറഞ്ഞതെന്ന്. ബിനീഷിനെ പ്രതിരോധിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് ഈ തവണ എന്നല്ല, ഈ ആരോപണം വന്നത് മുതൽ എല്ലാ ഘട്ടത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ഏതു കേസും ആവട്ടെ, കേസ് എന്തോ ആവട്ടെ, കേസ് അതിന്റെ വഴിക്ക് നടക്കട്ടെ. അതിന്റെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭവിഷ്യത്ത് അയാൾ അനുഭവിക്കട്ടെ എന്നതാണ് നിലപാട്. ഞാനിവിടെ ഒരു വാക്കുകൊണ്ട് ബിനീഷിനെ ന്യായീകരിച്ചോ, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ബാക്കി വിമർശനം, നിങ്ങൾ ന്യായമായ വിമർശനം ഉന്നയിച്ചു, എനിക്ക് ആക്ഷേപമില്ല. ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് മറ്റു പലർക്കും ചേർന്നതാണ്. കുഴൽനാടനെ കുറിച്ച് കുറച്ചും കൂടി ഒരു മതിപ്പ് ആളുകൾക്കുണ്ട്. നിങ്ങൾക്ക് ചേർന്നതാണോ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്നു, ഞാൻ ഇവിടെ അവതാരകൻ കേട്ടതല്ലേ, അവതാരകൻ തിരുത്തിയിട്ട് നിങ്ങളത് ആവർത്തിക്കുകയല്ലേ? അവതാരകൻ നിങ്ങളെ തിരുത്തി. രാജേഷ് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബിനീഷ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങൾ പാർട്ടി എന്ന നിലയ്ക്കോ വ്യക്തി എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്നതും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് പറയാൻ രാജേഷ് ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? അല്ല, മലയാളം പറഞ്ഞാൽ കുഴൽനാടനെ മനസ്സിലാവില്ലേ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടട്ടെ. ഇതൊന്നും ആയിരുന്നില്ല രാജേഷ് നിങ്ങളുടെ ഭാഷയും രീതിയും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണം വന്നപ്പോൾ ഈ ഭാഷയും ഈ ശൈലിയും ഈ മിതത്വം ആയിരുന്നു നിങ്ങളുടെ? എന്താ കോടിയേരി പറഞ്ഞെന്നറിയാമോ? തൂക്കിക്കൊന്നോളാനാ പറഞ്ഞത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊന്നോളാനാ പറഞ്ഞത്. അല്ല, ഞാൻ കോൺഗ്രസുകാരുടെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നതിലല്ല കാര്യം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ പറയുന്നതിലല്ല കാര്യം. ഈ പറയുന്ന ഈ കണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും നമ്മുടെ വാക്കുകളിലെ സിൻസിയറിറ്റി ആളുകൾക്ക് ബോധ്യപ്പെടും. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ തെറ്റ് ചെയ്തതിന്റെ പേരിൽ CPM എന്ന പാർട്ടിയും നിങ്ങളടക്കമുള്ള നേതാക്കന്മാരും പെടാപ്പാട് പെടുന്നത് ഈ കണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും രാജേഷേ. You don't underestimate the common man. അല്ലെങ്കിൽ നിങ്ങൾ അല്ല രാജേഷ് പറയുന്ന വാക്കുകൾക്ക് കരുത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആർജവം വേണം പറയാൻ. നോ, കോടിയേരി ബാലകൃഷ്ണൻ is continuing as the CPM സ്റ്റേറ്റ് സെക്രട്ടറി അല്ലേ? അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുമല്ലേ? ബിനീഷ് കോടിയേരി എന്ന ചെറുപ്പക്കാരന് ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് പ്രാധാന്യമുണ്ടായത് എന്തുകൊണ്ടാണ്? CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ
മുൻ ആഭ്യന്തരമന്ത്രിയുടെ മകൻ. അല്ലാതെ ഒരുപാട് ബിനീഷുമാര് ഈ കേരളത്തിലൂടെ തെക്ക് വടക്ക് നടക്കുന്നുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അവർക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ വെൽത്ത് അമേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? സ്വത്ത് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടോ? എങ്ങനെയാണ് അത് കഴിഞ്ഞത്? ഓൺലി ബിക്കോസ് ഓഫ് യുവർ പാർട്ടീസ് പവർ. CPM എന്ന പാർട്ടി അധികാരത്തിൽ ഇരുന്നുകൊണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവ് ആഭ്യന്തരമന്ത്രി ആയിരുന്നുകൊണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവ് CPM സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് അല്ലേ? അല്ലാതെ ഏതെങ്കിലും ബിനീഷിന് സാധിച്ചിട്ടുണ്ടോ? എത്ര അവസരത്തിൽ കേരള സമൂഹത്തിന് മുമ്പിൽ വന്നു. രാജേഷ്, എന്ത് ഈ വേദിയിൽ പറഞ്ഞ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരുത്തണ്ടേ? ഞാൻ നിങ്ങൾ തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് കുറച്ചു സമയം കാത്തിരുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം സശ്രദ്ധം കേട്ടു. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉൾപ്പെടെ, അതായത് MP രാജേഷ് അടക്കമുള്ള എല്ലാ അതിഥികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇടയിൽ കയറി സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇത് മുഴുമിപ്പിക്കട്ടെ എന്നൊരു സ്ഥിരം, ഇതിപ്പോ കുറെ കാലമായി ഞാനിത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കഴിയട്ടെ, എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്ത് രേഖപ്പെടുത്തും. ഞാനത് താങ്കളുടെ ഇടയ്ക്ക് ഞാൻ പറയുകയും ചെയ്തു. ഇത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അശ്രദ്ധയോടുകൂടിയല്ല ഈ ചർച്ച നയിക്കുന്നത്. ശരി, താങ്കൾ പറഞ്ഞോളൂ. ശരി, അല്ല തിരുത്തണമെന്നേ പറഞ്ഞുള്ളൂ. കാരണം പാർട്ടിയുടെ നിലപാടും ആ നിലപാട് വിശദീകരിക്കുന്ന ഞങ്ങൾ എല്ലാവരും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബിനീഷിനെ ന്യായീകരിക്കേണ്ടതിന്റെയോ പ്രതിരോധിക്കേണ്ടതിന്റെയോ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് പല താല്പര്യങ്ങളും ഉണ്ടാവും, നിങ്ങൾക്ക് പല സമ്മർദ്ദങ്ങളും ഉണ്ടാവും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ല, അതവിടെ ഇരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങളുടെ ഭാഷയിൽ നിന്നത് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ല. ഞാൻ പറയാം, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ആയതുകൊണ്ടാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല, അതിനൊരു ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും. അല്ല, നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണ്ട. ഞാൻ നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരും ആ വിലക്ക് ഏർപ്പെടുത്തുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നു. അവിടെ ഒന്നുമില്ലാത്ത ഒരു വിപരീത നിലപാട്, വിരുദ്ധ നിലപാട് കോൺഗ്രസ് കേരളത്തിൽ സ്വീകരിക്കുന്നു. ഇതിവിടെ വിശദീകരിക്കാൻ നിങ്ങൾ പാടുപെടില്ലേ? അല്ല, കോൺഗ്രസിനേക്കാൾ മുമ്പ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയത് ആരാണ്? അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് കേരള സമൂഹത്തോട് പറഞ്ഞത് ആരാണ്? ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അല്ലെന്ന് പറയാൻ കഴിയുമോ? അതല്ല, ഇനിയിപ്പോ ബിനീഷ് കോടിയേരിക്കെതിരെ അന്വേഷണം വന്നുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശരിയല്ല എന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞാൽ അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സമാധാനമാവുമോ? ഇവിടെ അത് പ്രസക്തമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. കാരണം ഇവിടെ 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ജെയിംസ് മാത്യു MLA ഇവിടെ സൂചിപ്പിച്ച 1-2 കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കാം. ഇപ്പൊ ഞാൻ ഇതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത് ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങിനാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോ മകന്റെ വീട്ടുകാരെയും അവരുടെ കുട്ടികളെയും ചൂഷണം ചെയ്തു, അല്ലെങ്കിൽ അവരെ മനുഷ്യാവകാശ ലംഘനം നടത്തി എന്ന് പറഞ്ഞ് ബാലാവകാശ കമ്മീഷൻ ഓടി വരുന്നു. ലൈഫ് മിഷനിലേക്ക് അന്വേഷണം നീളുമ്പോൾ പാവപ്പെട്ടവരുടെ വീട് പദ്ധതി പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇമോഷണൽ കാർഡ് എടുക്കുന്നു. ഇവിടെ ജെയിംസ് മാത്യു അദ്ദേഹം MLA ആണ്. ഞാൻ അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത കാര്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം വായിച്ച അതേ സെന്റൻസ്, അതായത് ലൈഫ് മിഷൻ പദ്ധതിയുമായുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയിൽ ഇത്രയും വലിയ ക്രമക്കേടും ഇത്രയും വലിയ അഴിമതിയും കണ്ടപ്പോ ബാക്കിയുള്ള പദ്ധതിയിൽ എന്ത് അങ്ങ് പറഞ്ഞു തന്നെയാണ് അന്വേഷണ ഏജൻസി ചോദിച്ചിരിക്കുന്നത്. അതിന് ജെയിംസ് മാത്യു അല്ലെങ്കിൽ ലൈഫ് മിഷന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളോ ഞങ്ങൾ വേറൊരു പദ്ധതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ അവസാനിക്കില്ല. യു ബ്രിങ് ദ റെക്കോർഡ്സ്. ഈ റെക്കോർഡ്സ് കൊണ്ടുപോയി കൊടുക്കുന്നതുകൊണ്ട് ഇതിന് ലൈഫ് മിഷന്റെ വീട് പണിക്കാരെങ്കിലും സ്റ്റേ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാനിവിടെ ബഹുമാനായ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി സാർ കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ലോ കോളേജിൽ പഠിച്ച ഒരു ലീഗൽ മാക്സിം, ഒരു ലീഗൽ പ്രിൻസിപ്പിൾ ഞാൻ ഓർക്കുകയാണ്. ഫോൾസസ് ഇൻ യുനോ, ഫോൾസസ് ഇൻ ഓംനിബസ്. അതായത് ഏതെങ്കിലും ഒരു ഇതിൽ കളവും പിഴയും കണ്ടാൽ ബാക്കി എല്ലാത്തിലും കളവും പിഴയും ഉണ്ടാകുമെന്നതാണ് പ്രസംഷൻ. സ്വാഭാവികമായിട്ട് അന്വേഷിക്കണ്ടേ? ലൈഫ് മിഷന്റെ പേരിൽ നമ്മൾക്ക് മുമ്പിലുള്ള പ്രളയ ഫണ്ട് തട്ടിയെടുത്ത പാർട്ടിയും പാർട്ടിയുടെ നേതാക്കന്മാരും ഇന്ന് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് മിഷനിൽ ഇത് ഇവിടെ അതിനു മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം, എത്ര എന്താണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചർച്ചകളിലെ ഡിഫൻസ് ലൈഫ് മിഷൻ സംബന്ധിച്ച്? ഇപ്പൊ വടക്കാഞ്ചേരിയിലെ വീടിനെ കുറിച്ച് നിങ്ങൾ വികാരം കൊള്ളേണ്ട കാര്യമില്ല. കാരണം എന്താ?
വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് ഇപ്പോ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ജെയിംസ് മാത്യു MLA പറഞ്ഞ വാചകം എടുക്ക്. അവിടെ ലൈഫ് മിഷൻ വീട് വെക്കാൻ തീരുമാനിച്ചു. റെഡ് ക്രസന്റ് പണം കൊണ്ടുവന്നു. റെഡ് ക്രസന്റ് യൂണിടാക്കിന് കൊടുക്കുന്നു. റെഡ് ക്രസന്റും യൂണിടാക്കും തമ്മിൽ നടന്ന ഇടപാടിൽ ആരെങ്കിലും പൈസ കൊണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. പിന്നെ വീടിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൊണ്ടോ? അവരുടെ വല്ലവന്റെ കുട്ടിയാണ് അതിന്റെ പ്രതിത്വം ഏക്കാൻ നിങ്ങൾ നിൽക്കണോ? അതിന്റെ വേദന പേറാൻ നിങ്ങൾ നിൽക്കണോ? ഇത് തന്നെയാണ് നിങ്ങൾ കോടതി പറഞ്ഞത്. ഇടപാട് ഈ റെഡ് ക്രസന്റും യൂണിടാക്കും തമ്മിലാണ്. ഇവിടെ വേറെ ഏതെങ്കിലും വിദേശ ഏജൻസിക്ക് ഇവിടെയുള്ള നാട്ടുകാർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആരോടാണ് ഇത് പറയുന്നത്? അതായത് അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, യൂണിടെക് പണം തരാമെന്ന് പറഞ്ഞു, സംസ്ഥാന സർക്കാർ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന്. അന്ന് മുതൽ അത് പൊതു ഖജനാവിലെ ഈ സംസ്ഥാന സർക്കാരിന്റെ പണമാണ്. അല്ല, ഈ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഇപ്പോൾ എടുത്ത തീരുമാനത്തോട് താങ്കൾക്ക് യോജിപ്പില്ലേ? അപ്പോൾ അപഹാസ്യമാണ് ഗോപി, അപഹാസ്യമാണ്. അതായത് വാളയാറിൽ ഈ അടക്കം അനേകമെടുത്ത് ഇവിടത്തെ പിഞ്ചു ബാലികമാർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇവിടെ നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത ബാലാവകാശ കമ്മീഷൻ ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടിലേക്ക് ഓടി വന്നതുപോലെ ഇന്ന് ലൈഫ് മിഷനെതിരെ അന്വേഷണം വരുമ്പോൾ എത്തിക്സ് കമ്മിറ്റി അലർട്ടാവുന്നത് അപഹാസ്യമാണ്, പരിതാപകരമാണ്. ഇതുപോലുള്ള ഭരണഘടനാ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു MLA ആയി എന്ന് ഓർത്തുകൊണ്ട് ഇതുപോലെ പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രമേൽ ഉത്തരവാദിത്തമില്ലാതെ അല്ലെങ്കിൽ സ്വയം ഒരു നിലവാരം മറന്നുകൊണ്ട് MLA എന്ന ആ ഒരു പദവിയാണ് അങ്ങ് ദുരുപയോഗം ചെയ്യുന്നത്. ലൈഫ് മിഷനിൽ അഴിമതിയെ സംരക്ഷിക്കാൻ വേണ്ടി എത്തിക്സ് കമ്മിറ്റിക്ക് MLA എന്ന നിലയിൽ പരാതി കൊടുത്ത് അവരെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് നോക്കുക. ആർക്ക് വേണ്ടിയാണ്? ഈ സംസ്ഥാനത്തിന് വേണ്ടിയാ? ഈ സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാ? നോ, ഇതിന്റെ അഴിമതി നടത്തിയവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഒരു താല്പര്യവും. വളരെ ചെറിയ ഇടവേള എടുക്കുന്നു.